ഭഗവത്ഗീത അധ്യായം 2 ശ്ലോകം 15. യം ഹി ന വ്യതയന്ത്യേതേ പുരുഷം പുരുഷർഷഭ സമദുഃഖസുഖം ധീരം സോ അമൃതത്വായ കൽപ്പതേ. അല്ലയോ അർജുന, സുഖദുഃഖാദികളെ സമദൃഷ്ടിയോടെ കാണുന്ന പുരുഷൻ അവൻ മോക്ഷത്തിന് അർഹനാണ്. മായ എന്ന് പറയുമ്പോൾ അത് ഇല്ലാത്തതിനെ ഉണ്ടെന്ന് തോന്നിക്കുന്നതാണ് മായ. സത്യമല്ല മായ കാണിച്ചു തരുന്നത്. ശാശ്വതമല്ലാത്ത സത്യങ്ങളിൽ നമ്മളെ കൊണ്ടേ പെടുത്തുകയാണ് മായ. ഏതാണ് ശാശ്വതമല്ലാത്ത സത്യം? ബാല്യകൗമാരാദികളൊന്നും ശാശ്വതമല്ല. ഋതുക്കൾ ശാശ്വതമല്ല, മാറിക്കൊണ്ടിരിക്കും. പകൽ ശാശ്വതമല്ല, രാത്രിയും ശാശ്വതമല്ല, വന്നും പോയിരിക്കും. ഈ ശാശ്വതങ്ങളല്ലാത്ത സത്യങ്ങൾക്ക് നടുവിൽ ഈ ശാശ്വതങ്ങളല്ലാത്ത സത്യങ്ങൾ നിലകൊള്ളുന്ന ഒരു സത്യമുണ്ട്, ശാശ്വതമായ ഒരു സത്യം. അതിനെയാണ് കണ്ടെത്തേണ്ടത്. അതിന് നമ്മളെ മുതിരാൻ അനുവദിക്കാതെ വിലങ്ങായി നിൽക്കുന്നത് മായയാണ്. ഭഗവാൻ മായയെപ്പറ്റി പറയുന്നുണ്ട്, ധാരാളം പറയുന്നുണ്ട്. ഈ മായ എന്നുള്ള പ്രതിഭാസത്തിനെ ആധുനിക ശാസ്ത്രം സ്വീകരിക്കുന്നില്ല എന്ന് കരുതിയിട്ട് മായ ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. വ്യക്തമല്ലാത്തൊരു കാഴ്ച, അതാണ് മായ. ഉദാഹരണത്തിന് വേദങ്ങളൊക്കെ പറയുന്നത് അരണ്ട വെളിച്ചത്തിൽ ഒരു കുറച്ച് വണ്ണമുള്ളൊരു കയറ് കിടക്കുന്നത് കണ്ടാൽ അത് പാമ്പാണെന്ന് മനസ്സ് തീരുമാനിക്കും. മനസ്സ് തീരുമാനിച്ചാൽ പിന്നെ അതിന് ജീവൻ വരാൻ തുടങ്ങുമ്പോൾ ഇളകാനും സഞ്ചരിക്കാനൊക്കെ തുടങ്ങും. പിന്നീട് ആരെങ്കിലും വെളിച്ചവും കൊണ്ട് വരുമ്പോഴാണ് വ്യക്തമായിട്ട് നമ്മൾ വെളിച്ചത്തിൽ കാണുന്നു അത് കയറാണെന്ന്. ഈ കയറാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് വരെ ഈ കയറിലെ സർപ്പം സത്യമാണ്. മനസ്സിലാക്കി കഴിഞ്ഞാൽ അതേ ചീറ്റുകയും ആടുകയൊക്കെ ചെയ്തിരുന്ന അതേ പാമ്പ് പിന്നെ അപ്രത്യക്ഷമായി. അപ്പോൾ നിങ്ങളുടെ കാഴ്ചയിലാണ് പ്രശ്നം. നമ്മുടെ കാഴ്ചയിലാണ് പ്രശ്നം. ഒരു കലക്ടർ വീട്ടിൽ കലക്ടറാണ്, റോഡിൽ കലക്ടറാണ്, കലക്ടർ ഓഫീസിൽ കലക്ടറാണ്, റിട്ടയർഡായാലും കലക്ടറാണ്, മരിച്ചാലും കലക്ടറാണ്. അത് ഒരു മായാബന്ധനം തന്നെയാണ്. കലക്ടർ എന്ന ആ ഒരു സ്ഥാനത്തിൻ്റെ മായയിലാണ് ഈ കലക്ടർ. അയാൾ വീട്ടിൽ വന്ന ഭർത്താവാകണം, അച്ഛനാവണം, മകനാവണം, മുത്തശ്ശനാവണം, പലതും ആകണം. വാഹനം ഓടിച്ച് റോഡിലൂടെ പോകുമ്പോൾ അയാൾ ഡ്രൈവറായിരിക്കണം, ഡ്രൈവർ നിയമം പാലിക്കണം, ഡ്രൈവറാണെന്ന് മനസ്സിലാക്കണം. ഓഫീസിൽ വരുമ്പോൾ അയാൾ കലക്ടറാണ്. വാസ്തവത്തിൽ അയാൾ ഇതൊന്നും അല്ലതാനും. വാസ്തവത്തിൽ അയാളൊന്നുമല്ല. പക്ഷേ എല്ലാമായിട്ട് അയാൾക്ക് തോന്നുന്നു ഞാനാണ് ഓൾ ഇൻ ഓൾ എന്ന് തോന്നുന്നു. അത് സത്യമല്ല. ഈ തോന്നൽ മാറുകയും ചെയ്യും. ഇപ്പോൾ പകലായി തോന്നുന്നത് കുറച്ച് കഴിഞ്ഞാൽ രാത്രിയായി മാറുന്നില്ലേ? അപ്പോൾ തോന്നലുകളൊന്നും സത്യമല്ല. ഓരോ രാത്രിയിലും നമ്മുടെ മരണം സംഭവിക്കുന്നു, ഓരോ പുലരിയിലും നമ്മൾ ജനിക്കുന്നു. ശ്രദ്ധിച്ചിട്ടുണ്ടോ? രാത്രി നമ്മൾ കിടന്നുറങ്ങും. ഉറങ്ങുന്നതോടുകൂടി ആ വ്യക്തിയിലെ കലക്ടർ അസ്തമിച്ചു, മകൻ അസ്തമിച്ചു, അച്ഛൻ അസ്തമിച്ചു, സർവം അസ്തമിച്ചു. ആ വ്യക്തി തന്നെ, ആ വ്യക്തിത്വം തന്നെ ഇല്ലാതായി. പിന്നെ ആ വ്യക്തി അതെവിടെ പോയി? നമ്മൾ ഉറക്കത്തിൽ പോയി എന്ന് പറഞ്ഞ് രക്ഷപ്പെടുമ്പോൾ മഹാബുദ്ധിശാലികളായ നമ്മൾ വിലയിരുത്തണം. ഈ ശരീരം അവിടെ കിടക്കുന്നുണ്ട്. കലക്ടറാണ്, ആ ഉദ്യോഗവും പോയിട്ടില്ല. കിടക്കുന്നത് വലിയ പട്ടുമേത്തയിലാണ്, വായും വളർന്നിങ്ങനെ കിടക്കുകയാണ്, ഒരു പ്രപഞ്ചബോധവും ഇല്ലാതെ. ഈ സമയത്തും ഈ യന്ത്രം, അതായത് ഈ വിളക്ക് കെട്ടുപോകാതെ സൂക്ഷിക്കുന്ന ഒരു പവർ അതിനകത്തുണ്ട്. ഈ വ്യക്തി പകൽ മുഴുവൻ കലക്ടർ സാറായി നടന്നിരുന്ന ഈ വ്യക്തി കട്ടിൽ തൻ്റെ അസ്തിത്വം മറന്ന് ഞാൻ കലക്ടറാണ് എന്ന ബോധമെങ്കിൽ അയാളങ്ങനെ വായും പൊളിച്ച് കിടന്ന് ഉറങ്ങില്ല. ആ ബോധം അയാൾക്കില്ലാതെ അയാൾ മലർന്നു വായും വളർന്ന് കിടന്നുറങ്ങുകയാണ്. ഈ ഉറങ്ങുന്ന വ്യക്തി കലക്ടറാണ്. അയാൾക്ക് ആ ബോധം ഈ ഉറങ്ങുമ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ അയാളങ്ങനെ വികൃതമായി വായും പൊളിച്ച് കൂർക്കം വലിച്ച് കിടക്കുമോ? അങ്ങനെ സാധിക്കുമോ? അപ്പോൾ എല്ലാം മറന്ന് സുഖമായി ഉറങ്ങുന്നു. ഈ ഉറങ്ങുന്ന സമയത്ത് എവിടെയാണോ ഈ വ്യക്തി ഉദിക്കുന്നത്? ഈ ശരീരത്തിൽ, മനസ്സിലൊക്കെയാണല്ലോ. ഈ ശരീരം ഉണ്ടെങ്കിലേ മനസ്സുള്ളൂ.
അപ്പോൾ ഈ ശരീരത്തിൽ തന്നെയല്ലേ ഈ മനസ്സ് ഉദിക്കുന്നത്. ഈ മനസ്സ് ഉദിക്കുന്നത് വരെ ഈ ശരീരം, ഈ വ്യക്തി എന്താണ് ഈ ശരീരം എന്ന് പോലും ഓർക്കാതെ കിടന്ന് മരിച്ച പോലെ ഉറങ്ങുകയാണ്. ഈ സമയത്ത് ഈ ശരീരം നിലനിൽക്കണ്ടേ? ഈ സമയത്ത് ഇദ്ദേഹത്തിൻ്റെ മൂക്കും വായും അടച്ചു പിടിച്ച് കഴിഞ്ഞാൽ എനിക്ക് ശ്വാസം കിട്ടാതെ ചത്തുപോകും. ആ മൂക്കും വായും അടച്ചു പിടിക്കൊന്നും വേണ്ട, എനിക്ക് ശ്വസിക്കാതിരിക്കാൻ വായു കിട്ടാതിരുന്നാൽ അപ്പോൾ ഉള്ളിലിരുന്ന് കൊണ്ട് ഇയാളെ ശ്വസിപ്പിക്കുന്നു, ഇയാളുടെ രക്തചംക്രമണം നടക്കുന്നു. ഇതൊന്നിലും ഇയാൾ ബോധവാനല്ല. ഇയാൾ ബോധം കെട്ട് ഉറങ്ങുമ്പോഴും ഇയാളിലെ എല്ലാ ഓർണമെൻസും പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു. ആര് പ്രവർത്തിക്കുന്നു? ആരാണ് പ്രവർത്തിപ്പിക്കുന്നത്? ആരാണ് ഈ ശരീരത്തിനെ ഇയാൾ ഉറങ്ങുമ്പോഴും ഈ കേമൻ, ഞാൻ വിശ്വരൂപനെന്ന് അഭിമാനിച്ച് ഈ വ്യക്തി, ഈ അഭിമാനിയായ മനുഷ്യൻ കിടന്നിറങ്ങുമ്പോൾ ഇദ്ദേഹത്തിന് ശരീരം നിലനിർത്തുന്ന ഒരു പവർ, ശ്വാസോച്ഛ്വാസത്തിലൂടെ രക്തചംക്രമണത്തിലൂടെ ഈ ശരീരം വീഴാതെ സംരക്ഷിക്കുന്ന ഒരു പവർ അതിനകത്തില്ലേ? ആ പവർ അകത്തിരുന്നാൽ മാത്രം മതിയോ? ഈ പവർ തന്നെ ഈ മനുഷ്യന് വേണ്ട സർവ്വ സൗകര്യങ്ങളും പുറത്തൊരു ലോകത്ത് ഒരുക്കിയിട്ടുമില്ലേ? ആ പുറത്തുള്ള ലോകത്തു നിന്നും ഈ പവർ ഒരുക്കിയ പഞ്ചഭൂതങ്ങളെ മുഴുവൻ സ്വീകരിച്ച് വായു, ജലം, അഗ്നി, ആകാശം, ഇങ്ങനെയുള്ള ഭൂമി, ഇതിനെല്ലാം ഇയാൾ സ്വീകരിച്ചു കൊണ്ടാണ് ഈ ശരീരത്തെ നിലനിർത്തുന്നത്. അങ്ങനെ ഈ ശരീരത്തെ നിലനിർത്താൻ വേണ്ട സാധനങ്ങൾ ഇയാൾക്ക് അകത്തും ഇയാൾക്ക് പുറത്തും നിർമ്മിച്ച് നിലനിർത്തിക്കൊണ്ട് ഇരിക്കുന്നൊരു പവർ. ഈ പുറമേ ഇത് നിലനിർത്തുന്ന, സംഘടിപ്പിക്കുന്ന അതേ പവർ തന്നെ ഇയാളെ അകത്തിരുന്ന് ഇയാളെ നിയന്ത്രിക്കുന്നതും നിലനിർത്തുന്നതും. അതാണ് ദൈവം, അതാണ് ഈശ്വരൻ. അതിനെയാണ് സാക്ഷാത്കരിക്കേണ്ടത്. അങ്ങോട്ട് എത്താൻ പല മാർഗങ്ങളുണ്ട്. കല്ലിനെയും മണ്ണിനെയും എല്ലാം പൂജിച്ച്, പ്രകൃതിയെ പൂജിച്ച് അങ്ങനെ 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 അങ്ങോട്ട് ഫോക്കസ് ചെയ്യാണ് ഈ ശാസ്ത്രജ്ഞന്മാർ ഓരോന്ന് കണ്ടുപിടിക്കുന്നത് പോലെ തന്നെയാണ് ഈ പരിപാടിയും. ഇത് ഫോക്കസ്ഡ് ആവുകയാണ്. ഇതിലേക്ക് ഫോക്കസ് ചെയ്തിട്ട് കണ്ടെത്തുന്നു അവസാനം. അത് ഒരു ശാസ്ത്രജ്ഞനും അങ്ങനെ തന്നെയല്ലേ. അയാൾ പരീക്ഷണശാലയിൽ കയറി പരീക്ഷണം നടത്തി അങ്ങോട്ടും ഇങ്ങോട്ടും ദ്രാവകങ്ങൾ മാറ്റിയിട്ടും വാതകങ്ങൾ സംയോജിപ്പിച്ചിട്ടും പല പരീക്ഷണം നടത്തി അങ്ങനെ പോകുന്ന ഏതോ ഒരു മുഹൂർത്തത്തിൽ ഇയാൾക്ക് എന്തോ ഒന്ന് കണ്ടെത്തുക. ഇയാൾ അന്വേഷിച്ചതാവില്ല കണ്ടെത്തുന്നത് ചിലപ്പോൾ, പക്ഷേ ഇത് അന്വേഷിച്ച് തന്നെ കണ്ടെത്താൻ സാധിക്കും. അപ്പോൾ ഈ അന്വേഷണമാണ് ഈ കല്ലിൽ നിന്നും പുഴയെ പൂജിച്ചും കല്ലിനെ പൂജിച്ചും മണ്ണിനെ പൂജിച്ചുമൊക്കെ ആരംഭിക്കുന്നത്. ഈ അന്വേഷണത്തിലേക്കുള്ള ആദ്യത്തെ കാൽവെപ്പാണ്. അപ്പോൾ ആ കാൽവെപ്പാണ് ഒരു മനുഷ്യന് അത്യാവശ്യമായിട്ട് വേണ്ടത്. പക്ഷേ നമ്മളതിലേക്കൊന്നും ഫോക്കസ് ചെയ്യാതെ നമ്മൾ നമ്മുടെ ലൗകികങ്ങളായിട്ടുള്ള മായാമോഹങ്ങളിൽ കുടുങ്ങി അത് സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ടാണ് ഓടുന്നത്. ആ സാക്ഷാത്കാരം അത് നമ്മൾക്കൊരു പരിധി കഴിയുമ്പോൾ ഏതെങ്കിലും വിരഹമോ ദുഃഖമോ നമ്മളെ പിന്തിരിപ്പിക്കും. അപ്പോഴാണ് നമ്മൾ ദൈവത്തിലേക്ക് ഫോക്കസ്ഡ് ആവുക. ഫോക്കസ്ഡ് ആയിക്കഴിഞ്ഞാൽ പിന്നെ എളുപ്പമായി. അപ്പോൾ ഈ മായാബന്ധനം, മായ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് തിരിച്ചറിയുക. അപ്പോൾ അങ്ങനെ തിരിച്ചറിയുന്നതോട് കൂടിയിട്ട് നമുക്ക് ഈ സുഖത്തിലും ദുഃഖത്തിലും നമ്മൾ ദുഃഖിക്കാത്തൊരവസ്ഥ വരും, സന്തോഷിക്കാത്തൊരവസ്ഥ വരും. അതായത് അതാണ് മോക്ഷം. അതുതന്നെയാണ് മോക്ഷം. സുഖദുഃഖാദികളിൽ സമചിത്തത, അത് തന്നെയാണ് മോക്ഷം. അപ്പോൾ വികാരം കൊള്ളില്ല, നിർവികാരമാണ്. അതോട് കൂടിയിട്ട് കൗതുകങ്ങളില്ലാതെയാവും, ഒന്നിലും കൗതുകമില്ല. ആ ഒരു അവസ്ഥയാണ് മോക്ഷപ്രാപ്തി. അപ്പോൾ അങ്ങനെയാണ് ഒരു മനുഷ്യൻ വേണ്ടത് അർജുന എന്നാണ് ഭഗവാൻ പറഞ്ഞത്. സന്യാസം വേണമെന്നൊന്നും ഒരിക്കലും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഭഗവാൻ പറഞ്ഞത് ഇത്രയാണ്: സുഖത്തിൽ അമിതമായി അഹങ്കരിക്കാതെ, ദുഃഖത്തിൽ കിടന്ന് ദുഃഖിക്കാതെ, ഇത് രണ്ടും വന്നും പോയും ഇരിക്കുന്ന താൽക്കാലികങ്ങളായിട്ടുള്ള തൊലിപ്പുറമേയുള്ള ചൊറികളാണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നതോടുകൂടി നമ്മൾക്ക് മോക്ഷപ്രാപ്തിയായി. ഇതാണ് ഭഗവാൻ ഉദ്ദേശിച്ചത്. അത് നമ്മൾ മനസ്സിലാക്കുക. ജയ് ഗുരുദേവ്.